ഒരു മനുഷ്യന്റെ ഉള്ളിലെ ക്രൂരതയ്ക്ക് അതിർവരമ്പുകളുണ്ടോ? കൺമുന്നിൽ കാണുന്ന സഹജീവികളോട് ദയ കാണിക്കാൻ പഠിപ്പിക്കുന്ന ഈ സമൂഹത്തിൽ സ്വന്തം ചോര പോലും തിരിച്ചറിയാൻ കഴിയാത്ത വിധം മനുഷ്യൻ എപ്പോഴാണ് മൃഗമായി മാറുന്നത്? 21ാം നൂറ്റാണ്ടിൽ കേരളക്കര കണ്ട ഏറ്റവും ഭീകരവും വന്യവുമായൊരു കൊലപാതക പരമ്പരയുടെ കഥ കൂടിയാണിത്. ഒരേ വീടിനുള്ളിൽ ഒരേ മേൽക്കൂരയ്ക്ക് താഴെ നീണ്ട 15ഓളം ദിവസങ്ങൾ ഒരു കുടുംബത്തിലെ 5 നിരപരാധികളായ മനുഷ്യരെ വളരെ കൃത്യമായി പ്ലാനിങ്ങോടെയും ആസൂത്രണത്തോടെയും കൊന്നുതള്ളിയ ഒരു സൈക്കോപാത്തിന്റെ കഥ. പാലക്കാട് ജില്ലയിലെ ഒറ്റപ്പാലത്തെ മുഴുവൻ ഞെട്ടിച്ച, കേട്ടാൽ ചോര മരവിച്ചു പോകുന്ന ആമയൂർ കൂട്ടക്കൊലപാതക കേസിന്റെ ഭീതിപ്പെടുത്തുന്ന ഇൻവെസ്റ്റിഗേഷൻ ഫയലുകൾ നമുക്കൊന്ന് വിശദമായി പരിശോധിക്കാം. ഇത് വെറുമൊരു സാധാരണ കൊലപാതക കഥയല്ല, മറിച്ച് മനുഷ്യ മനസ്സിൻ്റെ ഏറ്റവും ഇരുണ്ട വശങ്ങളിലേക്ക് വിരൽ ചൂണ്ടുന്ന കേരള ചരിത്രത്തിലെ തന്നെ സമാനതകളില്ലാത്ത ക്രൂരതയുടെ കറുത്ത ചരിത്രം കൂടിയാണ്. ഈ ഭീകരമായ കഥയുടെ യഥാർത്ഥ അന്വേഷണം ആരംഭിക്കുന്നത് 2008 ഓഗസ്റ്റ് മാസത്തിലെ തുടക്കത്തിലാണ്. പാലക്കാട് ജില്ലയിലെ ഒറ്റപ്പാലത്തിനടുത്തുള്ള തികച്ചും ശാന്തസുന്ദരമായൊരു ചെറിയ ഗ്രാമമാണത്. അതിനെയാണ് ആമയൂർ എന്ന് പറയുന്നത്. സാധാരണ നിലയിൽ വളരെ സമാധാനത്തോടെയും സന്തോഷത്തോടെയും പരസ്പരം സ്നേഹിച്ചും ജീവിക്കുന്ന ആളുകളാണ് ആ നാട്ടുകാരെന്നത്. എന്നാൽ ആ ഗ്രാമത്തിലെ ഒരു സാധാരണ വാടക വീട്ടിൽ നിന്ന് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി അസഹനീയമായ എന്തോ ഒരു ദുർഗന്ധം വമിക്കുന്നുണ്ടെന്ന് അയൽവാസികളും നാട്ടുകാരും പോലീസിനെ അറിയിക്കുന്നതോടെയാണ് കഥയുടെ തുടക്കമെന്ന് പറയുന്നത്. കനത്ത പെയ്യുന്ന കാലവർഷത്തിൻ്റെ തണുപ്പിനിടയിലും ആ പ്രദേശം മുഴുവൻ അതിവേഗം പടരുന്ന ആ നാറ്റം നാട്ടുകാരിൽ കടുത്ത ഭയവും അതുപോലെ സംശയവും ഉണർത്താൻ തുടങ്ങി. ആ വീട്ടിൽ താമസിച്ചിരുന്നത് ഇടുക്കി സ്വദേശിയായ രജികുമാർ എന്ന പെയിന്റിംഗ് തൊഴിലാളിയും അയാളുടെ ഭാര്യ ലിസിയും അയാളുടെ 4 മക്കളുമായിരുന്നു. 9ാം ക്ലാസ്സുകാരിയായ 12 വയസ്സുകാരി അമലു, 10 വയസ്സുകാരൻ അമൽ, 8 വയസ്സുകാരി അമല്യ, പിന്നെ വെറും 3 മാസം മാത്രം പ്രായമുള്ള കുഞ്ഞ് പുണ്യ എന്ന അമന്യ. കണ്ടു നിൽക്കുന്ന ആർക്കും ഈ കുട്ടികളുടെ ചിരിയും കളിയും ഒച്ചയും ബഹളവും ഒക്കെ നിറഞ്ഞൊരു സാധാരണ കൊച്ചു കുടുംബമായിട്ടേ ആ വീട് തോന്നുകയുള്ളൂ. എന്നാൽ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ആ വീട്ടിൽ ആരെയും പുറത്ത് കാണാനില്ലായിരുന്നു എന്നുള്ളത് നാട്ടുകാരെ അത്ഭുതപ്പെടുത്തിയിരുന്നു. വീട് എപ്പോഴും പുറത്തു നിന്ന് പൂട്ടിയ നിലയിലായിരുന്നു കിടന്നിരുന്നത്. അയൽവാസികൾ ഈ കാര്യത്തെക്കുറിച്ച് വഴിയിൽ വെച്ച് കണ്ടപ്പോൾ രജികുമാറിനോട് അന്വേഷിക്കുകയും ചെയ്തിരുന്നു. കടുത്ത കടബാധ്യത ഉള്ളതുകൊണ്ട് തങ്ങൾ ഈ വീട് ഉപേക്ഷിച്ച് ഇടുക്കിയിലെ ഭാര്യയുടെ ബന്ധു വീട്ടിലേക്ക് താൽക്കാലികമായി മാറുകയാണെന്നായിരുന്നു അയാൾ വളരെ ശാന്തനായി നാട്ടുകാരോട് പറഞ്ഞിരുന്നത്. വിശ്വസനീയമായ രീതിയിലുള്ള അയാളുടെ പെരുമാറ്റം കാരണം ആരും ആദ്യം സംശയിച്ചതുമില്ല. എന്നാൽ ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ വീട്ടിൽ നിന്ന് വരുന്ന കടുത്ത ദുർഗന്ധം പോലീസിനെ കാര്യമായി ചിന്തിപ്പിച്ചു. വിവരമറിഞ്ഞ് ഒറ്റപ്പാലം പോലീസ് സംഘം സ്ഥലത്തെത്തി വീടിൻ്റെ പൂട്ട് പൊളിച്ച് അകത്ത് കയറി പരിശോധന നടത്തി. വീടിനകം മുഴുവൻ അവർ അരിച്ചു പെറുക്കിയെങ്കിലും ആദ്യഘട്ടത്തിൽ സംശയാസ്പദമായി ഒന്നും തന്നെ കണ്ടെത്താൻ അവർക്ക് കഴിഞ്ഞതുമില്ല. എന്നാൽ പുറകിലെ സെപ്റ്റിക് ടാങ്കിൻ്റെ അടുത്തേക്ക് നീങ്ങിയതോടെ ദുർഗന്ധത്തിൻ്റെ യഥാർത്ഥ ഉറവിടം അവർക്ക് പൂർണ്ണമായി മനസ്സിലായി. അവിടെ ദുർഗന്ധം അസഹനീയമായിരുന്നു. ടാങ്കിൻ്റെ കോൺക്രീറ്റ് സ്ലാബ് മാറ്റി ഉള്ളിലേക്ക് ടോർച്ചടിച്ച് നോക്കിയ പോലീസുകാർ കണ്ടത് പൂർണ്ണമായും ജീർണിച്ചു തുടങ്ങിയ ഒരു മനുഷ്യൻ്റെ ശരീരമാണ്. നീണ്ട മുടിയുള്ള ആ ശരീരം ആ വീടിൻ്റെ നാഥയായ ലിസിയുടേതായിരുന്നു. ആ കണ്ടെത്തൽ ആമയൂർ എന്ന ഗ്രാമത്തെ ഒട്ടാകെ നടുക്കുന്നത് കൂടിയായിരുന്നു. എന്നാൽ അതൊരു വലിയ ദുരന്തത്തിൻ്റെ വെറും തുടക്കം മാത്രമായിരുന്നു. ലിസിയുടെ മൃതദേഹം കണ്ടെത്തിയതോടെ കാണാതായ 4 കുട്ടികൾ ഇപ്പോൾ എവിടെ എന്നുള്ള ചോദ്യം പോലീസിനെ ശക്തമായി അലട്ടാൻ തുടങ്ങി. അവർ ഇടുക്കിയിലെ ബന്ധുവീട്ടുകളിലും അവിടങ്ങളിലൊന്നും എത്തിയിരുന്നില്ല എന്ന് പോലീസ് അന്വേഷണത്തിൽ അതിനോടകം തന്നെ വ്യക്തവുമായിരുന്നു. ഇതോടെ പോലീസിൻ്റെ ഫോറൻസിക് സംഘവും ഡോഗ് സ്ക്വാഡും വിരലടയാള വിദഗ്ധരുമെല്ലാം വീടും പറമ്പും പൂർണ്ണമായി അരിച്ചു പറക്കാൻ തന്നെ തീരുമാനിച്ചു. അടുത്ത 48 മണിക്കൂർ ആ വീടും പരിസരവും ഒരു വലിയ ശ്മശാന ഭൂമിക്ക് സമാനമായി മാറുകയായിരുന്നു. വീടിൻ്റെ അകത്തെ മുറിയിൽ തറയിൽ അടുത്തിടെ സിമന്റ് ഇട്ട് ഉറപ്പിച്ച ചില ഭാഗങ്ങൾ പോലീസിന്റെ ശ്രദ്ധയിൽപ്പെട്ടു. ആ ഭാഗങ്ങൾ കോൺക്രീറ്റ് വെട്ടിപ്പൊളിച്ച് പോലീസുകാർ കണ്ടത് ചോരമറിയിക്കുന്ന കാഴ്ച കൂടിയായിരുന്നു. അവിടെ വളരെ രഹസ്യമായി കുഴിച്ചിട്ട നിലയിൽ കുട്ടികളുടെ മൃതദേഹങ്ങളുണ്ടായിരുന്നു. വീടിൻ്റെ തറയ്ക്കുള്ളിൽ നിന്ന് പറമ്പിൽ നിന്നുമായി ഒന്നിനു പുറകെ ഒന്നായി 4 കുട്ടികളുടെയും ജീർണിച്ച മൃതശരീരങ്ങൾ പോലീസ് സംഘം പുറത്തെടുത്തു. ഇൻക്വസ്റ്റ് തയ്യാറാക്കിയ പോലീസുകാരുടെ പോലും കണ്ണുകളന്ന് നിറഞ്ഞൊഴുകി പോകുന്നതായിരുന്നു. വെറും 3 വയസ്സ് മാത്രമുള്ള കുഞ്ഞു മുതൽ 9ാം ക്ലാസ്സുകാരിയായ അമല് വരെയുള്ള ആ കുരുന്നുകളെ ആരാണ് ഇത്ര ദയനീയമില്ലാതെ ഒരു ദയയുമില്ലാതെ കൊലപ്പെടുത്തിയത്? സംശയത്തിൻ്റെ മുന മുഴുവൻ നീണ്ടത് ഒളിവിലായ കുടുംബനാഥൻ രജികുമാറിലേക്കാണ്. സ്വന്തം ഭാര്യയും മക്കളെയും സംരക്ഷിക്കേണ്ട ഒരു പിതാവ് എങ്ങനെ ഈ കൊടുംക്രൂരതയ്ക്ക് പിന്നിലെ പ്രതിയാകുമെന്ന ചിന്തയിലായിരുന്നു നാട് മുഴുവൻ. തുടർന്ന് നടന്ന ആഴത്തിലുള്ള അന്വേഷണത്തിലാണ് കേരളത്തെ ലജ്ജിപ്പിക്കുന്ന, നാണിപ്പിക്കുന്ന, ആ ഞെട്ടിക്കുന്ന കൊലപാതക പരമ്പരയുടെ കൃത്യമായ വിവരങ്ങളും ടൈം ലൈനും പോലീസ് പുറത്തുവിടുന്നത്. ഈ 5 കൊലപാതകങ്ങൾ നടന്നത് ഒരൊറ്റ ദിവസം കൊണ്ടായിരുന്നില്ല.
ജൂലൈ 8 മുതൽ ജൂലൈ 23 വരെയുള്ള നീണ്ട 15 ദിവസങ്ങൾ കൊണ്ടാണ് ഈ സൈക്കോപാത്ത് ആ കുടുംബത്തെ ഒന്നടങ്കം ഇല്ലാതാക്കിയത്. കുടുംബത്തിലെ നിരന്തരമായ വഴക്കുകളും രജികുമാറിന്റെ അവിഹിത ബന്ധങ്ങളും അയാളുടെ കടുത്ത സംശയരോഗവുമാണ് ഈ വലിയ ക്രൂരതയ്ക്ക് വഴിവെച്ചത്. പുറമെ കഠിനാധ്വാനിയായ ഒരു കുടുംബനാഥനെന്ന് തോന്നിപ്പിച്ചിരുന്നെങ്കിലും ആ മുഖംമൂടിക്ക് പിന്നിൽ വന്യമായൊരു മൃഗം ഒളിഞ്ഞിരിപ്പുണ്ടായിരുന്നു. 4 മക്കളുടെ ഭാവി ഓർത്ത് ലിസി ഈ പീഡനങ്ങളെല്ലാം സഹിക്കുകയായിരുന്നു. ജൂലൈ 8 രാത്രി കുട്ടികളെ നല്ല ഉറക്കത്തിലായ സമയം രജികുമാർ ലിസിയും തമ്മിൽ കടുത്ത വാക്കുതർക്കമുണ്ടായി. തനിക്കിനി സ്വതന്ത്രമായി ജീവിക്കാൻ ലിസി ഒരു തടസ്സമാണെന്ന് ഉറപ്പിച്ച അയാൾ ഉറക്കത്തിലേക്ക് വീണ ലിസിയുടെ കഴുത്തിൽ ഒരു കയറുപയോഗിച്ച് മുറുക്കി ശ്വാസം മുട്ടിച്ച് കൊലപ്പെടുത്തി. ആ മൃതദേഹം ആരും കാണാതെ സെപ്റ്റിക് ടാങ്കിൽ തള്ളി ഒളിപ്പിക്കുകയും ചെയ്തു. അടുത്ത ദിവസം രാവിലെ ഉണർന്ന കുട്ടികളോട് അമ്മ ആരോടും പറയാതെ എങ്ങോട്ടോ പോയി എന്ന് പറഞ്ഞ് അയാൾ വിശ്വസിപ്പിച്ചു. എന്നാൽ ദിവസങ്ങൾ കഴിഞ്ഞിട്ടും അമ്മയെ കാണാത്തതിനെ തുടർന്ന് ഇളയ കുട്ടികളായ അമലിനെയും അമന്യെയും നിർത്താതെ കരയാൻ തുടങ്ങി. കുട്ടികളുടെ കരച്ചിൽ തൻ്റെ പ്ലാനുകളെ ബാധിക്കുമെന്നും അയൽവാസികൾ ശ്രദ്ധിക്കുമെന്നും ഭയന്ന അയാൾ ജൂലൈ 12 രാത്രി ആ 2 കുരുന്നുകളെയും ശ്വാസം മുട്ടിച്ച് കൊലപ്പെടുത്തി വീടിൻ്റെ തറയ്ക്കുള്ളിലും പറമ്പിലുമായി ഒളിപ്പിക്കുകയും ചെയ്തു. തൻ്റെ കൈകളിൽ കിടന്ന് പിടഞ്ഞ ആ കുഞ്ഞുങ്ങളുടെ മുഖം പോലും ആ ജന്മം നൽകിയ പിതാവിന് മാറ്റി ചിന്തിപ്പിച്ചില്ല എന്നുള്ളതാണ് നടുക്കുന്ന കാര്യം. ബാക്കിയുണ്ടായിരുന്നത് മൂത്ത മകൾ അമലുവിനും മകൻ അമലിനും അവരുടെ അമ്മയും അനിയത്തിമാരും പെട്ടെന്ന് എവിടെ പോയി എന്നുള്ള ചോദ്യം വലിയ അത്ഭുതവുമായിരുന്നു. 10 വയസ്സുകാരൻ അമൽ നിരന്തരം ഇതിനെക്കുറിച്ച് ചോദിച്ചുകൊണ്ടേയിരുന്നു. അവൻ തൻ്റെ അപ്പനെ ശക്തമായി സംശയിക്കുന്നുണ്ടെന്ന് രജികുമാറിന് മനസ്സിലായി. ഒടുവിൽ ജൂലൈ 23 ആ 2 മക്കളുടെയും വിധി അയാൾ കുറിക്കുകയും ചെയ്തു. എന്നാൽ കൊലപാതകത്തിന് തൊട്ടു മുമ്പ് സ്വന്തം മകളായ 12 വയസ്സുകാരി അമലുവിനെ അയാൾ ക്രൂരമായി ബലാത്സംഗം ചെയ്തു എന്ന വിവരം പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലൂടെ പുറത്തു വന്നപ്പോൾ കേരളക്കര ഒന്നടങ്കം തലകുനിച്ചു നിന്നു. സ്വന്തം ചോരയിൽ പെടുന്ന മകളോട് ഒരു പിതാവ് ചെയ്ത ഈ ക്രൂരത സമൂഹത്തെ ഞെട്ടിക്കുന്നത് കൂടിയായിരുന്നു. പീഡനത്തിന് ശേഷം ആ 2 മക്കളെയും കൂടി കൊലപ്പെടുത്തിയതോടെ ആ കുടുംബം പൂർണ്ണമായും ഇല്ലാതായി. 5 പേരുടെയും മൃതദേഹങ്ങൾ ഒരേ വീടിൻ്റെ വിവിധ ഭാഗങ്ങളിൽ കിടക്കുമ്പോഴും യാതൊരുവിധ കുറ്റബോധവുമില്ലാതെ ദിവസങ്ങളോളം രജികുമാർ ആ വീട്ടിൽ തന്നെ യാതൊരു ഭാവഭേദങ്ങളും ഇല്ലാതെ കഴിഞ്ഞുകൂടിയിരുന്നു. ദുർഗന്ധം പുറത്തു വരാൻ തുടങ്ങിയതോടെയാണ് അയാൾ അവിടെ നിന്നും നാട് വിട്ടത്. സ്വന്തം മൊബൈൽ ഫോൺ ഓഫ് ചെയ്ത് വെച്ച് പൂർണ്ണമായും അപ്രത്യക്ഷനായി പ്രതിയെ പിടികൂടുക എന്നുള്ളത് കേരള പോലീസിന് വലിയൊരു വെല്ലുവിളി കൂടിയായിരുന്നു. പ്രതിക്കായി തമിഴ്നാട് അതിർത്തികളിലും അതുപോലെ ഇടുക്കിയിലെ മലയോര മേഖലകളിലും വരെ പോലീസ് വ്യാപകമായി തെരച്ചിൽ നടത്തി. അന്വേഷണത്തിനെല്ലാം ഒടുവിൽ പോലീസിനൊരു സുപ്രധാന സൂചന ലഭിച്ചു. രജികുമാർ തമിഴ്നാട്ടിലെ ഏതോ ഒരു വലിയ തോട്ടത്തിൽ ഒളിവിൽ കഴിയുന്നുണ്ട് എന്നുള്ളത്. ദിവസങ്ങൾ നീണ്ട കഠിനമായ തെരച്ചിലിനൊടുവിൽ തമിഴ്നാട്ടിലെ തെങ്കാശിക്കടുത്തുള്ള ഒരു ഉൾഗ്രാമത്തിലെ തോട്ടത്തിൽ തോട്ടം തൊഴിലാളിയായി ഒളിവിൽ കഴിയുകയായിരുന്ന രജികുമാറിനെ പ്രത്യേക അന്വേഷണ സംഘം വളഞ്ഞ് സാഹസികമായി കസ്റ്റഡിയിലെടുത്തു. സ്റ്റേഷനിലെത്തിച്ച് ചോദ്യം ചെയ്തപ്പോഴും ഒരു പ്രൊഫഷണൽ ക്രിമിനലിനെ പോലെ വളരെ ശാന്തനായിട്ടാണ് അയാൾ പെരുമാറിയത്. താൻ ചെയ്ത ക്രൂരതകളിൽ ഒരിറ്റു പോലും പശ്ചാത്താപം ആ മുഖത്തുണ്ടായിരുന്നില്ല. താൻ എങ്ങനെയൊക്കെയാണ് ഓരോരുത്തരെയും കൊലപ്പെടുത്തിയതെന്ന് അയാൾ പോലീസിന് മുന്നിൽ കൃത്യമായി വിവരിച്ചു കൊടുത്തു. കോടതി ഈ കേസിനെ അപൂർവങ്ങളിൽ അപൂർവമായിട്ടാണ് രേഖപ്പെടുത്തിയത്. സ്വന്തം ചോരയെ ഇത്രയും ക്രൂരമായി പീഡിപ്പിക്കുകയും കൊലപ്പെടുത്തുകയും ചെയ്ത രജികുമാറിന് കോടതി മരണശിക്ഷ തന്നെ വിധിച്ചു. നിയമം അതിൻ്റെ പരമാവധി ശിക്ഷ നൽകിയെങ്കിലും ആമയൂരിലെ ആ അടഞ്ഞുകിടക്കുന്ന വീട് ഇന്നും ആ നാട്ടുകാർക്ക് വിസ്മരിക്കാനാകാത്ത ഒരു കറുത്ത അധ്യായവും അതുപോലെ തന്നെ ഒരു ഓർമ്മയും കൂടിയാണ്. ജൂലൈ മാസത്തിലെ കനത്ത മഴ പെയ്യുമ്പോൾ ആ നാട്ടുകാർ ഇപ്പോഴും ഓർക്കുന്നുണ്ടാകും. ആ വീട്ടിൽ ഭയന്ന് വിറച്ച് അപ്പൻ്റെ ക്രൂരമായ കൈകളിൽ കിടന്ന് ശ്വാസം കിട്ടാതെ പിടഞ്ഞു വീണ അമലുവിനെയും അമലിനെയും ഒപ്പം തന്നെ കുഞ്ഞ് അമനെയും. പുറമേ ശാന്തരായി കാണപ്പെടുന്ന പല മനുഷ്യരുടെ ഉള്ളിലും എത്രത്തോളം ഭീകരനായ ഒരു മൃഗം ഒളിഞ്ഞിരിപ്പുണ്ടാകാം എന്നതിനുള്ള തെളിവ് കൂടിയാണ് ഈ സംഭവം. ഈ ഭീതിജനകമായ കഥ ഇവിടം കൊണ്ടൊന്നും അവസാനിക്കുമ്പോൾ നമ്മളിൽ അവശേഷിക്കുന്നത് ഒരേ ഒരു വലിയ ചോദ്യം മാത്രമാണ്. നമ്മുടെ തൊട്ടടുത്ത് വളരെ സമാധാനത്തോടെ ജീവിക്കുന്ന ഏത് മനുഷ്യൻ്റെ ഉള്ളിലാണ് ഇങ്ങനെയൊരു ക്രൂരനായ മൃഗം ഒളിഞ്ഞിരിക്കുന്നത് എന്ന് ആർക്കറിയാമെന്നുള്ള ചോദ്യം. ആ ചോദ്യം ഇന്നും അവശേഷിക്കുന്നു.